ഓക്കെ, അപ്പൊ നമുക്ക് ഇവർ രണ്ടുപേർക്കും ഒരു ടാസ്ക് ഞാൻ കൊടുക്കാൻ പോവാണ്. രണ്ടുപേർക്കും നല്ല ലിഷ ചേച്ചിക്കാണ് എന്റെ ടാസ്ക്. അതിന് മുൻപായിട്ട് എനിക്ക് ലിഷ ചേച്ചിയുടെ അമ്മേനെ കൂടി, നമ്മുടെ ഹേമലത അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്, അമ്മേനെ കൂടി വേദിയിലേക്ക് വിളിക്കാം. അമ്മ വരൂ. നമസ്കാരം. അപ്പോൾ സൂപ്പർ അമ്മയും മകളും ഡബിൾ സൂപ്പർ അമ്മയും ഇവിടെ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ, ഞാനൊരു ടാസ്ക് അമ്മയുടെ മകൾക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഫാമിലി ആയിട്ട്, അതായത് ലിഷ ചേച്ചി, നിവേദിത, അമ്മ, ഇവരിങ്ങനെ ഒരു വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള മഴ, അങ്ങനെ ഇങ്ങനെ വെള്ളം മുങ്ങുന്നു. വള്ളം ഇപ്പോൾ മുങ്ങി ഇവര് അപകടത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ലിഷ ചേച്ചി രണ്ടുപേരുടെ കൈ പിടിച്ചിട്ടുണ്ടാവും. ആരെയായിരിക്കും ലിഷ ചേച്ചി രക്ഷിക്കുക എന്നുള്ളത് ലിഷ ചേച്ചി പറയും. ഒരാളെയാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ, ഒരാളെ മുറുകി പിടിക്കണം, ഒരാളെ കൈവിട്ടേ പറ്റൂ. അതാണ് ജീവിതത്തിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള സമയമാണ്. അപ്പൊ ലിഷ ചേച്ചി സെന്ററിലേക്ക് നിന്നോളൂ, രണ്ടുപേരുടെയും കൈ പിടിച്ചോളൂ, എന്നിട്ട് എന്താണ് തീരുമാനം എന്ന് പറയാനുള്ളൊരു സമയമാണ്. യെസ്. ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ഡിസിഷൻ എടുക്കണം? അമ്മ, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കാം? ഓളെ മനസ്സിൽ ഉള്ളത് പറഞ്ഞു. നിധി, എനിക്ക് ആക്ച്വലി രണ്ടുപേരും അതെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു അമ്മ എന്നുള്ളൊരു നിലയിൽ ഞാൻ ചിലപ്പോൾ നിധിനെ ആയിരിക്കും രക്ഷിക്കുക. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തത്? ചിലപ്പോൾ ഞാനും രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ അവളെ രക്ഷിക്കാനേ നോക്കുള്ളൂ. അവൾക്ക് ഇനിയും കുറച്ച് മുന്നോട്ട് ലൈഫുണ്ട്. നമ്മളിത്രയും ലൈഫൊക്കെ കുറെ കഴിഞ്ഞു. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അത് അവള് പറഞ്ഞത് തന്നെയാ ശരി. ഒരമ്മ എന്തായാലും മകളെ തന്നെയായിരിക്കും രക്ഷിക്കാം. അമ്മയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാം. അതെ, ഇതിപ്പോ ആക്ച്വലി ഭയങ്കര ട്രിക്കി സിറ്റുവേഷൻ ആണ്. ബിക്കോസ് നമ്മൾ ആരെ ചൂസ് ചെയ്താലും ഒരാൾക്കും ഒരു ഗെയിൻ ആയിട്ട് ഒരു സാധനം ഇല്ല ഇതില്. ഇതില് എന്താ റൈറ്റ് എന്താ റോങ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും എന്നാണ് ഒരു സിറ്റുവേഷൻ. അല്ലാതെ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാളുടെയും ജീവിതത്തിൽ വരാതെ ഇരിക്കട്ടെ, അല്ലേ? എന്നെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ആ ഒരു ആൻസറിനെ ഞാൻ പ്രോപ്പർലി റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. സത്യം പറയാം, റോങ് ഒന്നല്ല. നിവേദിതയ്ക്ക് ഈ അമ്മ ഇങ്ങനെ പറയും, എന്റെ പേരായിരിക്കും അമ്മ പറയാ എന്ന് തോന്നിയിരുന്നോ? ഇല്ല. നിവേദിത എന്ത് വിചാരിച്ചു? അമ്മ കൂടുതലും അമ്മമ്മയുടെ കൂടെ ആണല്ലോ ലൈഫ് സ്പെൻഡ് ചെയ്തത്. അതെ, ഞാൻ വിചാരിച്ചു അമ്മമ്മേനെ ചൂസ് ചെയ്യും. സന്ധ്യയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? കാരണം നമ്മൾ സന്ധ്യയുടെ അമ്മയെ പരിചയപ്പെട്ടു, അമ്മയും സന്ധ്യ ചേച്ചിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു സെയിം സിറ്റുവേഷൻ വൈഗ, അമ്മ, ചേച്ചി ആരെയായിരിക്കും ചൂസ് ചെയ്യുക? ഞാൻ അമ്മയെ രക്ഷിക്കും. കാരണം അമ്മക്ക് അറിയാം എന്നെയും കാട്ടി കുറച്ചും കൂടി ട്രിക്കി അറിയാം. അപ്പൊ അമ്മേനെ രക്ഷപ്പെടുത്തിയ അമ്മ എന്തായാലും മോളെ രക്ഷപ്പെടുത്തും. കലക്കി. അപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തത് തന്നെ ചുമ്മാ നിങ്ങളുടെയൊക്കെ ഒരു ഡിസ്കഷൻ, അല്ലാതെ ഇതൊന്നും ദൈവമേ ആർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുതേ എന്ന് മാത്രമേ, അല്ലേ?